ഗായ്സ്, അപ്പോൾ ഇന്ന് ശ്രീകൃഷ്ണഗിരി അമ്പലത്തിൽ ഉത്സവത്തിന് 3-ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്ന് നമുക്കൊന്ന് പകൽ പോയിട്ട് വരാം. രാവിലെ പോകാൻ കഴിഞ്ഞില്ല, ഒരു ഉച്ച സമയമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് പോയിട്ട് വരാം, പിന്നെ രാത്രി ഉണ്ടാവും. അപ്പോൾ നമുക്ക് വീഡിയോ മിക്സപ്പ് ആക്കി ഒന്ന് കണ്ടാലോ. അങ്ങനെ നമ്മൾ പോവാണേ അമ്പലത്തിലേക്ക്. നല്ല പട്ടാപ്പകൽ വെയിലത്താണ് പോണത്, അതുകൊണ്ട് നല്ല ലൈറ്റും വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. കുറച്ച് അങ്ങോട്ട് കയറി എത്തണം. ഞാൻ ബൈക്കിനാണ് കേട്ടോ പോയത്. അങ്ങനെ കയറി അമ്പലത്തിലെത്തിയിട്ടുണ്ടേ. ഞാൻ താഴെയൊന്നും ആരുമില്ല. മുകളിൽ പോയി തൊഴുതിട്ട് വരാൻ നേരത്തെ മുകളിൽ പോയി. ഞാൻ എത്തിയപ്പോൾ ഒരു ഉച്ച സമയമായിരുന്നു. ഉത്സവമായതുകൊണ്ട് നട അടച്ചിട്ടില്ലായിരുന്നേ. അങ്ങനെ ഞാൻ അമ്പലത്തിൽ കയറി തൊഴുകയൊക്കെ ചെയ്തു. കൃഷ്ണനെ തൊഴുതിറങ്ങിയിട്ട് വനദുർഗനെയും കിരാതമൂർത്തിനെയൊക്കെ തൊഴുത് പിന്നെ നാഗത്തിൻ്റെ അടുത്തേക്ക് പോയി. പിന്നെ അവിടുന്ന് പ്രസാദം കിട്ടി, അത് കഴിച്ചു. വീണ്ടും താഴേക്ക് വന്നപ്പോൾ അവിടെ നാടകക്കാർ സ്റ്റേജൊക്കെ സെറ്റാക്കുന്നുണ്ടായിരുന്നു. അവിടെ കുറച്ച് നേരം. പിന്നീട് വൈകുന്നേരം നല്ല 8-ൻ്റെ പണിയാണ് കിട്ടിയത്. നല്ല മഴയായിരുന്നു. ഒരു 6 മണി മുതൽ 7:30 വരെയൊക്കെ നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ മഴയത്ത് കുറച്ച് നേരം ലോക്കായിട്ട് താഴെ തന്നെ നിന്ന്. മഴയത്ത് നല്ല വ്യൂ ആയിരുന്നു കേട്ടോ, മഴ പെയ്യുന്നത് കാണാൻ. പിന്നെ മഴ തൂളുന്നുണ്ട്, എന്നാലും ഒന്ന് പോയി തൊഴുതിട്ട് വരാമെന്ന് കരുതിയിട്ട് കയറിപ്പോയി തൊഴാൻ വേണ്ടി. അവിടെ ചെന്നപ്പോൾ അമ്മമാരൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാനും ഒന്ന് കയറി തൊഴാൻ നോക്കി. പൂജ നടക്കുമായിരുന്നേ. പിന്നെ ഞാൻ തൊഴുതൊക്കെ കഴിഞ്ഞ് താഴേക്ക് വന്നപ്പോഴത്തേക്കും പാറ മൊത്തം നനഞ്ഞിട്ടുണ്ടായി. കുറച്ച് ആൾക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നാടകം നടക്കാൻ കുറച്ച് ടൈം എടുത്തു. പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് വരാൻ വെച്ചാൽ ഭക്ഷണം കഴിക്കാൻ ഞാനും അമ്മമ്മയും കൂടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി. ഭക്ഷണത്തിന് സ്ഥിരം പോലെ എല്ലാ വിഭവങ്ങളും ഉണ്ടായിരുന്നു, എടുത്തു പറയണ്ടല്ലോ. പിന്നെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ അവിടെ സ്റ്റേജിന് മുമ്പ് പോയിരുന്ന് നാടകം തുടങ്ങി. എന്താണോ ഇവിടെ ബഹളം കണ്ടതാ? അയാളെന്തോ സ്വപ്നം കണ്ടോ? എന്തു പറ്റി? താൻ പേടിപ്പെടുന്ന എന്തെങ്കിലും കണ്ടോ? കൊലക്കയർ വിധിക്കപ്പെട്ട് കൈവിരലിൽ ദിവസം എണ്ണിക്കൊണ്ടിരിക്കുന്ന എനിക്കിനി എന്ത് പേടിക്കാനാ സാറേ? പിന്നെ തന്റെ അവസാനത്തെ ആഗ്രഹം പോലെ കുടുംബത്തോടൊപ്പം ഒരു ദിവസം ചെലവഴിക്കാൻ ഓർഡറായിട്ടുണ്ട്. തന്റെ നല്ല നടപ്പും എന്റെ റെക്കമെൻഡേഷനും അതിനൊരു കാരണമായി. നാളെ വൈകുന്നേരം നമുക്ക് പോകാം തന്റെ വീട്ടിലേക്ക്. അത്യാവശ്യം നല്ല നാടകമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ചെറിയൊരു ഗാനമേള പോലെ കുറച്ച് പരിപാടികളും കൂടി ഉണ്ടായിരുന്നേ. പരിഭവമൊഴുകിയ വേടത്തിങ്കൾ സ്വന്തം വേലിപ്പൂവിൻ നാണം എവിടെയോ കൊക്കരക്കോ ഇരുന്ന ഇരുട്ടല്ല മേലെ കൊക്കരക്കോ. അന്നൊരു നാളിൽ മിന്നണരാവിൽ കന്നാലിക്കോട്ടിലൊരുണ്ണി പിറന്നേ. മഞ്ഞണിപ്പൂക്കൾ പുഞ്ചിരിക്കുമ്പോൾ മണ്ണിന്റെ നായകനുണ്ണി പിറന്നേ. മേടിക്കുമ്പിളിൽ 1000
മീനാട്ടി അണ്ണൻ തനി നാടൻ കൊലമല്ലോ മീനാട്ടി. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ നൂട്ടുവരെ പോയി നോക്കിയപ്പം ഇവിടെ അമ്മമാർ പച്ചക്കറി അരിയുന്ന തിരക്കിലായിരുന്നു. പിന്നീടാണ് സ്റ്റേജിൽ ഇന്ന് എനിക്ക് കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല. ഇന്ന് ഞാൻ കഴിച്ചു. മൊത്തത്തിൽ വൈബായിരുന്നേ. അന്തിക്കടവത്തെ അമ്പിളിക്കും കള്ളിക്കുയിലാനി പാടി തുള്ളിത്തിരതുള്ളും തുള്ളാറും കാട്ടി മാനെ മാറി 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 അങ്ങനെ എല്ലാ എൻജോയ്മെൻറ്റും കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്